Our topic is refrigerants. We discussed different types of refrigerants and its properties used in vapor compression refrigeration systems. ഇപ്പോൾ ഈ കാണുന്നത് ഡിഫറെൻറ്റ് റെഫ്രിജറൻസിൻ്റെ കോഡുകളാണ്. നമ്മളിപ്പം R134A, R22, R21 എന്നൊക്കെ പറഞ്ഞ് ഡിഫറെൻറ്റ് കോഡ്സിലായിരിക്കും നമ്മൾ റെഫ്രിജറൻറ്റിനെ വിളിക്കുക. ആ കോഡ് സൂചിപ്പിക്കുക ഒരു കെമിക്കൽ ഫോർമുലയാണ്, അല്ലെങ്കിൽ ഒരു കെമിക്കൽ നെയിമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അമോണിയയ്ക്ക് ഒരു കെമിക്കൽ നെയിം ഉണ്ടാകും, അതുപോലെ തന്നെ വാട്ടറിനൊരു കെമിക്കൽ നെയിം ഉണ്ടാകും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റെഫ്രിജറൻസിനെല്ലാം ഈ ഒരു നെയിം കൊടുക്കും. എങ്ങനെയാണ് എന്നുള്ളതും നമ്മൾ ഈ ഒരു മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്യും. എനിവേ, refrigerants are the working fluids used in refrigerators. A refrigerant is defined as any substance that absorbs heat during evaporation or vaporization and loses it during condensation in a refrigeration system. നമുക്കറിയാം, ഒരു റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ റെഫ്രിജറൻറ്റ് ഇവാപ്പറേറ്ററിലൂടെ കടന്നു പോകുമ്പോൾ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു, കണ്ടൻസറിലൂടെ കടന്നു പോകുമ്പോൾ ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നു. അതിൽ ഹീറ്റ് അബ്സോർപ്ഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ഇവാപ്പറേറ്ററിൽ നടക്കുന്ന ആ പ്രോസസ്സാണ് റെഫ്രിജറേഷൻ പ്രോസസ്സ്. ആ ഒരു പ്രോസസ്സാണ് നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ, ഇനി ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഐഡിയൽ റെഫ്രിജറൻറ്റ്. ഒരു ഐഡിയൽ റെഫ്രിജറൻറ്റ് എടുക്കുകയാണെങ്കിൽ അതിനുണ്ടാവേണ്ട ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ലോ ബോയിലിംഗ് പോയിൻറ്റ് ആൻഡ് ഫ്രീസിംഗ് പോയിൻറ്റ്. ബോയിലിംഗ് പോയിൻറ്റും ഫ്രീസിംഗ് പോയിൻറ്റും കുറവായിരിക്കണം. ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഫേസ് ചേഞ്ച്, ലിക്വിഡ് ടു വേപ്പർ ഫേസ് ചേഞ്ച് നടക്കുന്ന ആ ഒരു ടെമ്പറേച്ചർ. ഫോർ എക്സാമ്പിൾ വാട്ടറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 1 atmospheric പ്രഷറിൽ വാട്ടർ ലിക്വിഡ് ടു വേപ്പർ ഫേസ് കൺവേർഷൻ നടക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ അതുപോലെ ഓരോ റെഫ്രിജറൻറ്റും ലിക്വിഡ് ടു വേപ്പർ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന ആ ഒരു ടെമ്പറേച്ചർ ഫോർ എ പർട്ടിക്കുലർ പ്രഷർ. അപ്പോൾ അതിനെയാണ് ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബോയിലിംഗ് പോയിൻ്റ് കുറഞ്ഞിരിക്കുന്ന റെഫ്രിജറൻറ്റ്സ് യൂസ് ചെയ്യുവാണെങ്കിലുള്ള ഗുണം എന്താണ്? നമുക്ക് ഇവാപ്പറേഷൻ പ്രോസസ്സ് എളുപ്പം നടക്കും. കാരണം ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ പെട്ടെന്ന് വേപ്പർ സ്റ്റേജിലേക്ക് മാറും റെഫ്രിജറൻറ്റ്. അപ്പോൾ അതുകൊണ്ട് ലോ ബോയിലിംഗ് പോയിൻ്റ് സ്യൂട്ടബിളാണ്. ദെൻ ലോ ഫ്രീസിംഗ് പോയിൻ്റ്. ഫ്രീസിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അറിയാം, നമുക്ക് വേപ്പർ ടു സോളിഡ് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന ആ ഒരു ടെമ്പറേച്ചർ, അതാണ് ഫ്രീസിംഗ് പോയിൻ്റ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന റെഫ്രിജറൻ്റ് എല്ലാം ഫ്രീസിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇവാപ്പറേറ്റർ വർക്ക് ചെയ്യുക ഒരു -10 ഡിഗ്രി സെൽഷ്യസിലാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന റെഫ്രിജറൻറ്റ് അതിൻ്റെ ഫ്രീസിംഗ് പോയിൻറ്റ് -5 ആണ് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അത് ഫ്രീസായി പോകും. അത് എക്സ്പാൻഷൻ വാൽവിലൂടെ കടന്നു വന്ന് വെളി വരുമ്പോഴത്തേക്കും വളരെ ടെമ്പറേച്ചർ താഴ്ന്നു കഴിയുമ്പോൾ അത് സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറും. സോ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന റെഫ്രിജറൻറ്റ്സ് എല്ലാം അതിൻ്റെ ഫ്രീസിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് കുറവായിരിക്കണം. ഉദാഹരണം, നമ്മൾ ഇവാപ്പറേറ്റർ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു -10 അല്ലെങ്കിൽ -15 ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ മേ ബി -20 -30 ആയിരിക്കണം ഫ്രീസിംഗ് പോയിൻ്റ്. അപ്പോൾ ആ രീതിയിൽ ഫ്രീസിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു റെഫ്രിജറൻറ്റിന് കുറഞ്ഞിരിക്കണം. ദെൻ ഹൈ ക്രിട്ടിക്കൽ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. ക്രിട്ടിക്കൽ പ്രഷറും ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും നമുക്കറിയാം, ലിക്വിഡ് ടു വേപ്പർ ട്രാൻസ്ഫോർമേഷൻ വിത്തൗട്ട് ലേറ്റൻറ്റ് ഹീറ്റ്, അതാണ് ആ ഒരു പോയിൻ്റാണ് ക്രിട്ടിക്കൽ പോയിൻ്റ് എന്ന് വിളിക്കുക. അതായത് ലേറ്റൻറ്റ് ഹീറ്റ് 0 ആയിട്ടുള്ള പോയിൻ്റാണ് ക്രിട്ടിക്കൽ പോയിൻ്റ്. അപ്പോൾ ആ ഒരു ക്രിട്ടിക്കൽ പ്രഷർ, ആ ഒരു പോയിൻറ്റിലെ പ്രഷറും ടെമ്പറേച്ചറും നമ്മൾ യൂസ് ചെയ്യുന്ന റെഫ്രിജറൻറ്റിന് ഹൈ ആയിരിക്കണം. ദെൻ ഹൈ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. നമുക്കറിയാം, ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഹൈ ആണെങ്കിൽ അത്രയും എമൗണ്ട് ഹീറ്റും കൂടെ ആ റെഫ്രിജറൻറ്റിന് അബ്സോർബ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ റേഡിയേറ്ററിൽ എന്തുകൊണ്ട് വാട്ടർ യൂസ് ചെയ്യുന്നു ചോദിച്ചാൽ വാട്ടറിൻ്റെ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ എമൗണ്ട് ഹീറ്റ് വാട്ടറിന് അബ്സോർബ് ചെയ്യാൻ സാധിക്കും. എന്ന് പറയുന്ന പോലെ ഇവിടെ യൂസ് ചെയ്യുന്ന റെഫ്രിജറൻറ്റ്സിന് ഹൈ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ദെൻ ലോ സ്പെസിഫിക് ഹീറ്റ് ഓഫ് ലിക്വിഡ് ആൻഡ് ഹൈ സ്പെസിഫിക് ഹീറ്റ് ഓഫ് വേപ്പർ. ദെൻ ലോ സ്പെസിഫിക് വോളിയം ഓഫ് വേപ്പർ. ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ടാകണം. നോൺ കൊറോസീവ് ആയിരിക്കണം. കാരണം നമ്മൾ യൂസ് ചെയ്ത് ഈ റെഫ്രിജറൻ്റ് എല്ലാം കടത്തി വിടുന്നത് ലൈനുകളിലൂടെയാണ്, പൈപ്പ് ലൈൻസിലൂടെയാണ്. സോ അതിന് കൊറോസീവ് നേച്ചർ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ കൊറോസീവ് നേച്ചർ ഉണ്ടായിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും
ക്രായ്ക്കോ ഡിഫക്റ്റോ ഉണ്ടാകും. ദെൻ അവിടുന്ന് റെഫ്രിജറൻറ്റ് ലീക്കായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നോൺ കൊറോസീവ് ടു മെറ്റൽസ് ആയിരിക്കണം യൂസ് ചെയ്യുന്ന റെഫ്രിജറൻസ്. ദെൻ നോൺ ഫ്ലെയിമബിൾ ആയിരിക്കണം, നോൺ എക്സ്പ്ലോസീവ് ആയിരിക്കണം, നോൺ ടോക്സിക് ആയിരിക്കണം, ലോ കോസ്റ്റ് ആയിരിക്കണം, ഈസിലി ആൻഡ് റെഗുലർലി അവൈലബിൾ ആയിരിക്കണം. ദെൻ ഈസ് ഓഫ് ലൊക്കേറ്റിംഗ് ലീക്സ് ബൈ ഓർഡർ ഓഫ് സ്യൂട്ടബിൾ ഇൻഡിക്കേറ്റർ. അതായത് നമുക്ക് ഇൻ കേസ് ആ റെഫ്രിജറൻറ്റ് ലീക്ക് ആവുന്നുണ്ട് എങ്കിൽ അത് പ്രോപ്പറായിട്ട് നമുക്കൊരു ഇൻഡിക്കേഷൻ കിട്ടുന്ന ടൈപ്പ് റെഫ്രിജറൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ റെഫ്രിജറൻറ്റ് ലീക്കേജ് ഉണ്ടെങ്കിൽ ഒരു സ്മെല്ല് വരുന്നുണ്ട്. ആ സ്മെല്ലിൽ നമുക്ക് ലീക്കേജ് ഉണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ ഏതെങ്കിലും സ്യൂട്ടബിൾ ആയിട്ടൊരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്ത് കൊണ്ടൊരു ഇൻഡിക്കേഷൻസ് തരാൻ കേപ്പബിൾ ആയിട്ടുള്ള റെഫ്രിജറൻ്റ് ആണ് എങ്കിൽ അത് നല്ലതാണ്. അപ്പോൾ അത്തരത്തിൽ ലീക്കേജ് നമുക്ക് ഈസിലി ഡിറ്റക്റ്റബിൾ ആക്കുന്ന റെഫ്രിജറൻസ് ആണ് സ്യൂട്ടബിൾ. ദെൻ മിക്സസ് വെൽ വിത്ത് ഓയിൽ. അതെന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ പിന്നീട് പഠിക്കും. ഓയിലുമായിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യാൻ സാധിക്കുന്ന ടൈപ്പ് റെഫ്രിജറൻ്റ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ദെൻ ഹൈ കോയിഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ്, COP കൂടുതലുള്ള റെഫ്രിജറൻ്റ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ദെൻ ഓസോൺ ഫ്രണ്ട്ലി ആയിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓസോൺ ഫ്രണ്ട്ലി ആയിരിക്കണം. ദെൻ നമ്മൾ ഈ പ്രോപ്പർട്ടീസിനെ അഗെയിൻ 4 ക്ലാസിഫൈ ചെയ്യുന്നു. തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ലാസ്റ്റ് എക്കണോമിക് പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് വൺ, തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് ഓഫ് എ റെഫ്രിജറൻറ്റ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ബോയിലിംഗ് പോയിൻറ്റ് ഓർ ബോയിലിംഗ് ടെമ്പറേച്ചർ. നമ്മൾ പറഞ്ഞിരുന്നു ദ ബോയിലിംഗ് പോയിൻറ്റ് ഓഫ് ദ റെഫ്രിജറൻറ്റ് ഷുഡ് ബി ലോവർ ബിക്കോസ് ദ ലിക്വിഡ് റെഫ്രിജറൻറ്റ് അറ്റ് ദ ഇവാപ്പറേറ്റർ കോയിൽ ഷുഡ് വേപ്പറൈസ് ഈസിലി. അതായത് ഇവാപ്പറേറ്ററിലുള്ള ലിക്വിഡ് ഈസി ആയിട്ട് വേപ്പർ സ്റ്റേജിലേക്ക് മാറണമെങ്കിൽ ബോയിലിംഗ് പോയിൻറ്റ് ലോ ആയിരുന്നാലേ സാധിക്കൂ. അപ്പോൾ അത്തരത്തിൽ ബോയിലിംഗ് പോയിൻറ്റ് കുറവുള്ള റെഫ്രിജറൻറ്റ് എടുക്കുക. ഹൈ ബോയിലിംഗ് പോയിൻറ്റ് ടെമ്പറേച്ചർ റെഡ്യൂസസ് ദ കപ്പാസിറ്റി ഓഫ് ദ സിസ്റ്റം. അപ്പോൾ ഹൈ ബോയിലിംഗ് ടെമ്പറേച്ചറുള്ള റെഫ്രിജറൻ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റിയെ ബാധിക്കും. അടുത്ത ടെമ്പറേച്ചറാണ് ഫ്രീസിങ് ടെമ്പറേച്ചർ. അത് നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു. ദ ഫ്രീസിങ് പോയിൻറ്റ് ഓഫ് ദ റെഫ്രിജറൻറ്റ് ഷുഡ് ബി ലോവർ ദാൻ ദ ലോവസ്റ്റ് ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ ഓഫ് ദ സൈക്കിൾ ടു പ്രിവെൻറ്റ് ബ്ലോക്കേജ് ഓഫ് റെഫ്രിജറൻറ്റ് ഇൻ പൈപ്പ് ലൈൻസ്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിലെ ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചർ എന്താണോ ആ ടെമ്പറേച്ചറിനേക്കാളും താന്നിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്ന റെഫ്രിജറൻറ്റിൻ്റെ ഫ്രീസിങ് പോയിൻറ്റ്. അല്ലെങ്കിൽ ആ റെഫ്രിജറൻറ്റ് ആ വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിലെ ഏതെങ്കിലും ഒരു പാർട്ടിൽ സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറിക്കഴിഞ്ഞാൽ എൻ്റയർ സിസ്റ്റം ബ്ലോക്ക് ആകും. ഓക്കെ. ദെൻ ഇവാപ്പറേറ്റർ ആൻഡ് കണ്ടൻസർ പ്രഷർ. Both the evaporating and condensing pressure should be positive. Positive pressures are necessary in order to prevent leakage of air and moisture into the refrigerating system. അതായത് നമ്മൾ ഇൻ കേസ് നമ്മൾ യൂസ് ചെയ്യുന്ന വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ക്രാക്ക് ഉണ്ട് എങ്കിൽ മോയ്സ്ചർ എയറൊക്കെ ഈ സിസ്റ്റത്തിനകത്തേക്ക് കയറാൻ സാധ്യതയുണ്ട്. അങ്ങനെ കയറിക്കഴിഞ്ഞാൽ ആ മോയ്സ്ചർ കണ്ടൻറ്റ് കയറിക്കഴിഞ്ഞാൽ നമുക്കറിയാം വളരെ ലോ ടെമ്പറേച്ചറിലേക്ക് വരുമ്പോൾ ഈ മോയ്സ്ചർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറും. അങ്ങനെ സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ പൈപ്പ് ലൈനെ അല്ലെങ്കിൽ നമ്മുടെ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ അത് ബ്ലോക്ക് ഉണ്ടാക്കും. സോ അത്തരത്തിൽ സിസ്റ്റത്തിനെ അത് ബാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഇവാപ്പറേറ്ററും കണ്ടൻസറും ഹൈ പ്രഷറിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ആംബിയൻറ്റിനേക്കാളും കുറച്ചുകൂടെ കൂടിയ പ്രഷറിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്കിൽ എന്ത് സംഭവിക്കും? മോയ്സ്ചർ ആ സിസ്റ്റത്തിനകത്തേക്ക് കയറുന്ന ഒഴിവാക്കാം. ഓക്കെ. അതുപോലെ തന്നെ ഇൻ കേസ് ഒരു റെഫ്രിജറൻറ്റ് ലീക്കേജ് ഉണ്ടെങ്കിൽ നമുക്കത് ഈസിലി ഡിറ്റക്റ്റബിളുമാണ്. മറിച്ച് ഇവാപ്പറേറ്റർ പ്രഷർ ആംബിയൻ പ്രഷറിനേക്കാളും താഴെയാണെങ്കിൽ എന്തെങ്കിലും ക്രാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പുറത്തുള്ള അറ്റ്മോസ്ഫിയറിക് എയർ അകത്തേക്ക് കയറാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അതുകൊണ്ടാണ് ഇവാപ്പറേറ്ററും കണ്ടൻസറും ഹൈ പ്രഷറിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഹൈ പ്രഷർ മീൻസ് ആസ് കമ്പയർഡ് ടു അറ്റ്മോസ്ഫിയർ പ്രഷർ കുറച്ച് അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാളും കൂടുതലായിരിക്കും. Then critical pressure and temperature. To avoid large power requirements, critical pressure and temperature should be high. യൂസ് ചെയ്യുന്ന റെഫ്രിജറൻറ്റ് ക്രിട്ടിക്കൽ പ്രഷറും ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും ഹൈ ആയിരിക്കണം. ദെൻ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. ഹൈ ലേറ്റൻറ്റ് ഹീറ്റ് ഈസ് പ്രിഫേർഡ് അറ്റ് ലോ ടെമ്പറേച്ചേഴ്സ് ആസ് ഇറ്റ് ഇൻക്രീസസ് ദ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ്.
ലേറ്റൻ്റ് ഹീറ്റ് കൂടുന്തോറും ആ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് 4:1 എന്ന് പറയുന്ന ആ ലൈൻ്റെ നീളം കൂടുക ചെയ്യുന്നത്. ആ ലൈൻ്റെ നീളം കൂടുക മീൻസ് അത്രയും എമൗണ്ട് ഹീറ്റ് അബ്സോർബ് ചെയ്യാൻ അതിന് സാധിക്കും. അപ്പോൾ അത്തരത്തിൽ ഹൈ ലേറ്റൻ്റ് ഹീറ്റുള്ള റെഫ്രിജറൻസ് യൂസ് ചെയ്താൽ അത് പെർഫോമൻസ് കൂടും, അല്ലെങ്കിൽ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് കൂടും. Then specific volume. The specific volume should be low to reduce the size of the compressor. യൂസ് ചെയ്യുന്ന റെഫ്രിജറൻറ്റിൻ്റെ സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത് കുറവായിരിക്കണം, ബിക്കോസ് ടു റെഡ്യൂസ് ദ സൈസ് ഓഫ് ദ കംപ്രസർ. ദെൻ അടുത്തതാണ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ആ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ഫസ്റ്റ് വണ്ണാണ് ഫ്ലെയിമബിലിറ്റി. ഹൈഡ്രോ കാർബൺ റെഫ്രിജറൻസ് ആർ ഹൈലി ഫ്ലെയിമബിൾ. ഹാലോ കാർബൺ റെഫ്രിജറൻസ്, ഈ ഹൈഡ്രോ കാർബൺ റെഫ്രിജറൻസ് ഏതൊക്കെ ടൈപ്പാണ്, അല്ലെങ്കിൽ ഹാലോ കാർബൺ റെഫ്രിജറൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പഠിക്കും. അപ്പോൾ എനിവേ ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന റെഫ്രിജറൻസ് ആണെങ്കിൽ അത് ഹൈലി ഫ്ലെയിമബിൾ ആയിരിക്കും. ഹാലോ കാർബൺ ആണെങ്കിൽ നൈദർ ഫ്ലെയിമബിൾ നോർ എക്സ്പ്ലോസീവ് ആയിരിക്കും. ദ റെഫ്രിജറൻസ് ഷുഡ് ബി നോൺ ഫ്ലെയിമബിൾ ആൻഡ് നോൺ എക്സ്പ്ലോസീവ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന റെഫ്രിജറൻറ്റ് എന്ന് പറയുന്നത് നോൺ ഫ്ലെയിമബിൾ ആയിരിക്കണം, വളരെ പെട്ടെന്ന് കത്തി പോകുന്നതാകരുത്. അതുപോലെ തന്നെ നോൺ എക്സ്പ്ലോസീവ് ആയിരിക്കണം, കാരണം ഇൻ കേസ് ഒരു ലീക്കേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ബ്ലാസ്റ്റ് അതുണ്ടാകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നോൺ ഫ്ലെയിമബിൾ ആയിരിക്കണം, നോൺ എക്സ്പ്ലോസീവ് ആയിരിക്കണം. ഫോർ ഫ്ലെയിമബിൾ റെഫ്രിജറൻസ് സ്പെഷ്യൽ പ്രിക്കോഷൻസ് ഷുഡ് ബി ടേക്കൺ ടു അവോയ്ഡ് ആക്സിഡൻറ്റ്സ്. ഇൻ കേസ് ഫ്ലെയിമബിൾ ടൈപ്പ് റെഫ്രിജറൻ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പ്രോപ്പർ പ്രിക്കോഷൻസ് എടുക്കേണ്ടിയിരിക്കുന്നു. അടുത്താണ് ടോക്സിസിറ്റി. ദ റെഫ്രിജറൻറ്റ് ഷുഡ് ബി നോൺ പോയിസണസ് ടു ഹ്യൂമൻ ആൻഡ് ഫുഡ് സ്റ്റഫ്. അതായത് നമ്മളിപ്പോൾ എയർ കണ്ടീഷനിൽ റെഫ്രിജറൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, ഫ്രിഡ്ജിൽ റെഫ്രിജറൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, കൂളറിലൊക്കെ റെഫ്രിജറൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ റെഫ്രിജറൻറ്റ് ഇൻ കേസ് ഒരു ലീക്ക് ഉണ്ടായാൽ അത് ഹ്യൂമൻസിനും അതുപോലെ നമ്മളെ ഫുഡ് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫുഡിനും ഹാംഫുൾ ആകരുത്. അപ്പോൾ അത്തരത്തിൽ ഒരു ടോക്സിക് നേച്ചറുള്ള റെഫ്രിജറൻറ്റ് ആവരുത് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. The toxicity of a refrigerant may be of prime or secondary importance depending upon the application. അതായത് ആപ്ലിക്കേഷനെ ആശ്രയിച്ചിരിക്കും. ഉദാഹരണം നമ്മളിപ്പം സ്റ്റോർ ചെയ്യുന്നു, ഫുഡ് പ്രോഡക്റ്റ് ഒന്നുമല്ല, ഒരു പർട്ടിക്കുലർ സ്പേസ് കൂൾ ചെയ്യുന്നു, അവിടെ ഹ്യൂമൻസും ഇല്ലാത്തൊരു കേസാണെങ്കിൽ ടോക്സിക് നേച്ചർ ഉള്ളതായാലും കുഴപ്പമില്ല. മേ ബി നമുക്ക് അവിടെ ഒരു മെറ്റലിനെ കൂൾ ചെയ്യുക എന്നതാണെങ്കിൽ ടോക്സിക് നേച്ചറുള്ള റെഫ്രിജറൻ്റ് ആയാലും കുഴപ്പമില്ല. പക്ഷേ ഹ്യൂമൻ കംഫർട്ട് പർപ്പസിന് വേണ്ടിയും അതുപോലെ തന്നെ ഫുഡ് സ്റ്റോറേജ് പർപ്പസിന് വേണ്ടിയും ഫുഡ് ട്രാൻസ്പോർട്ടേഷൻ പർപ്പസിന് വേണ്ടിയൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ടോക്സിക് നേച്ചറുള്ള റെഫ്രിജറൻറ്റ് യൂസ് ചെയ്താൽ അത് ഹാംഫുൾ ആയിത്തീരും. ദെൻ സോലിബിലിറ്റി ഓഫ് വാട്ടർ. ഇഫ് മോർ വാട്ടർ ഈസ് പ്രസൻറ്റ് ദാറ്റ് ക്യാൻ ബി ഡിസോൾവ്ഡ് ബൈ ദ റെഫ്രിജറൻറ്റ് ദ ഐസ് വിൽ ബി ഫോംഡ്. അപ്പോൾ ഇൻ കേസ് ഈ യൂസ് ചെയ്യുന്ന റെഫ്രിജറൻറ്റ് ഇൻ കേസ് ഒരു ലീക്കേജോ എല്ലാം ഉണ്ടായി മോയ്സ്ചർ അകത്ത് വന്നാൽ ഈ റെഫ്രിജറൻറ്റ് മോയ്സ്ചറിനെ എല്ലാം അബ്സോർബ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈസിലി സോലുബിൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് റെഫ്രിജറൻ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഈ പറയുന്ന പോലെ ഐസ് വിൽ ബി ഫോംഡ് വിച്ച് ചോക്സ് ദ എക്സ്പാൻഷൻ വാൽവ്. അതായത് ലോ ടെമ്പറേച്ചർ റീജിയനിലേക്ക് പോകുമ്പോൾ അവിടെ ഐസ് ഫോർമേഷൻ ഉണ്ടാകുന്നു. ദെൻ ഈ ഒരു സിസ്റ്റത്തിൻ്റെ റണ്ണിങ്ങിനെ അത് ബ്ലോക്ക് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈലി സോലുബിൾ ആയിട്ടുള്ള റെഫ്രിജറൻറ്റ്, അതായത് വാട്ടറിനോട് കൂടുതൽ അഫിനിറ്റി ഉള്ള ടൈപ്പ് റെഫ്രിജറൻസ് ഉപയോഗിക്കാൻ പാടില്ല. അമോണിയ ഈസ് ഹൈലി സോലുബിൾ ഇൻ വാട്ടർ. ഡ്യൂ ടു ദിസ് റീസൺ എ വെറ്റഡ് ക്ലോത്ത് ഈസ് പുട്ട് അറ്റ് ദ പോയിന്റ് ഓഫ് ലീക്ക് ടു അവോയ്ഡ് ഹാം ടു ദ പേഴ്സൺസ് വർക്കിംഗ് ഇൻ അമോണിയ റെഫ്രിജറൻറ്റ് പ്ലാന്റ്സ്. ഓക്കെ, അടുത്തത് മിക്സിബിലിറ്റി. ദ എബിലിറ്റി ഓഫ് എ റെഫ്രിജറൻറ്റ് ടു മിക്സ് വിത്ത് ഓയിൽ ഈസ് കോൾഡ് മിക്സിബിലിറ്റി. അപ്പോൾ ഓയിലും റെഫ്രിജറൻറ്റും തമ്മിൽ എത്രത്തോളം മിക്സ് ആകുന്നു, അല്ലെങ്കിൽ ഓയിൽ എത്രത്തോളം റെഫ്രിജറൻറ്റ് സോലുബിൾ ആകുന്നു എന്നതിനെയാണ് നമ്മൾ മിക്സിബിലിറ്റി എന്ന് പറയുക. ഓയിൽ സെപ്പറേറ്റേഴ്സ് ഹൗ ടു ബി യൂസ്ഡ് ഇഫ് ദ റെഫ്രിജറൻറ്റ് ഈസ് നോട്ട് മിക്സിബിൾ വിത്ത് lubricating oil. Then refrigerants that are completely miscible with oils are easier to handle. നമ്മൾ യൂസ് ചെയ്യുന്ന വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിൽ കംപ്രസറുണ്ട്. അപ്പോൾ കംപ്രസർ ഉള്ളത് കൊണ്ട് തന്നെ എവിടെയെങ്കിലും ഒരു ഓയിൽ ലീക്കേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഓയിൽ റെഫ്രിജറൻറ്റും തമ്മിൽ മിക്സ് ആവാതെ അല്ലെങ്കിൽ സോലുബിൾ ആകാത്ത രീതിയിൽ ഒരു പാർട്ടീഷൻ എന്ന രീതിയിൽ കിടക്കുക. മീൻസ് വെള്ളത്തിൽ ഓയിൽ പൊങ്ങിക്കിടക്കുന്ന പോലെ റെഫ്രിജറൻറ്റിൽ ഓയിൽ പൊങ്ങിക്കിടന്നാൽ ഇത് സംഭവിക്കും, ഈ ഓയിലും ഈ റെഫ്രിജറൻറ്റും കൂടെ ഇവാപ്പറേറ്ററിലേക്ക് പോകുന്നു. അപ്പോൾ ഇവാപ്പറേറ്ററിൽ എന്ത് സംഭവിക്കുന്നു? ഈ ഓയിൽ ഒരു സെപ്പറേഷൻ ആയിട്ട് ആക്ട് ചെയ്യുന്നു.
റെഫ്രിജറന്റിനും അതുപോലെ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന സ്പേസിനും ഇടയ്ക്ക് ഒരു സെപ്പറേഷൻ എന്ന രീതിയിൽ ഓയിൽ നിൽക്കും. അപ്പോൾ അത് പ്രോപ്പർ ഹീറ്റ് ട്രാൻസ്ഫറിനെ അത് ബാധിക്കും. അതുകൊണ്ട് ഓയിലും റെഫ്രിജറന്റും നന്നായിട്ട് മിക്സ് ആകുന്ന ടൈപ്പ് റെഫ്രിജറന്റ് യൂസ് ചെയ്യുവാണെങ്കിൽ അത് ഇവാപ്പറേറ്ററിലോ അല്ലെങ്കിൽ കണ്ടൻസറിലോ പോയി കഴിഞ്ഞാൽ ആ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റിനെ അത് കുറയ്ക്കില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഓയിൽ റെഫ്രിജറൻറ്റുമായിട്ട് മിക്സ് ആവുന്ന കേസിലുള്ള ഗുണം. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന റെഫ്രിജറൻസ് ഓയിലുമായിട്ട് നന്നായിട്ട് മിക്സ് ആകുന്ന ടൈപ്പ് റെഫ്രിജറൻസ് യൂസ് ചെയ്യുന്നതാണ് സ്യൂട്ടബിൾ. കാരണം അത് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കൂട്ടും ഇവാപ്പറേറ്ററിലെയും കണ്ടൻസറിലെയും. ഓക്കെ, അപ്പോൾ അതുമൂലം റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് കൂടും. ഇനി മിക്സ് ആകാത്ത ടൈപ്പ് റെഫ്രിജറൻ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഓയിലും റെഫ്രിജറൻറ്റും സെപ്പറേറ്റ് കിടക്കും. അപ്പോൾ ഈ ഓയിൽ ഒരു പാർട്ടീഷൻ കണക്കിയിരിക്കും. റെഫ്രിജറൻറ്റും അതുപോലെ തന്നെ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന ആ സ്പേസ് നമ്മളൊരു പാർട്ടീഷൻ എന്ന രീതിയിരിക്കും. അതൊരു ഹീറ്റ് ട്രാൻസ്ഫർ അബ്സോർബ് റെഫ്രിജറേറ്ററിലേക്ക് അബ്സോർബ് ചെയ്യുന്ന ഒരു ബ്ലോക്കേജ് എന്ന രീതിയിൽ അത് ആക്ട് ചെയ്യും. ദെൻ എഫക്റ്റ് ഓൺ പെരിഷബിൾ മെറ്റീരിയൽസ്. റെഫ്രിജറൻറ്റ് ഷുഡ് ഹാവ് നോ എഫക്റ്റ് ഓൺ ദ പെരിഷബിൾ മെറ്റീരിയൽസ്. നമുക്കറിയാം, നമ്മൾ വാട്ടർ കൂളർ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഫ്രീസർ യൂസ് ചെയ്യുന്നുണ്ട്, ഫുഡ് സ്റ്റോർ ചെയ്യാൻ വെക്കുന്നുണ്ട്, ഫുഡിനെ പല പല ടെമ്പറേച്ചർ കീപ്പ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്. ഇവിടെ എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് വേപ്പർ കംപ്രഷൻ സിസ്റ്റമാണ്. അവിടെ എല്ലാം റെഫ്രിജറൻസും ഉണ്ട്. അപ്പോൾ ഇൻ കേസ് അതിലെവിടെയും ഒരു ലീക്കേജ് ഉണ്ടായിക്കഴിഞ്ഞ് ആ റെഫ്രിജറൻറ്റ് ലീക്കേജ് ആയത് ഫുഡ് അതിനെ അബ്സോർബ് ചെയ്യുകയോ ഏതെങ്കിലും തരത്തിൽ ഫുഡിന് അത് ഹാംഫുള്ളായി തീരുന്ന ഒരു കേസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പിന്നീട് അത് ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റെഫ്രിജറൻറ്റ് എന്ന് പറയുന്നത് ഫുഡിന് ഹാംഫുൾ ആകാത്ത ഒന്നായിരിക്കും, അല്ലെങ്കിൽ ഫുഡിനെ ഒരു ടോക്സിക് നേച്ചറിലേക്ക് മാറ്റാത്ത ഒരു ടൈപ്പ് റെഫ്രിജറൻ്റ് ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്. റെഫ്രിജറൻസ് ഷുഡ് ഹാവ് നോ എഫക്റ്റ്, ഒരു എഫക്റ്റും ഉണ്ടാക്കാൻ പാടില്ല. നോ എഫക്റ്റ് ഓൺ ദ പെരിഷബിൾ മെറ്റീരിയൽസ്. The Freon group of refrigerants have no effect upon dairy products, meats, vegetables, flowers and foods. There will be no change in color, taste or texture. അപ്പോൾ നമ്മൾ റെഫ്രിജറൻറ്റ് യൂസ് ചെയ്തു, ആ റെഫ്രിജറൻറ്റ് ഇൻ കേസ് എവിടെയോ ലീക്കായി അതുപോലെ ഫുഡിൻ്റെ ടേസ്റ്റ്, ഓർഡർ, അതുപോലെ തന്നെ ടെക്സ്ചർ തുടങ്ങി മാറുന്ന ഒരു നേച്ചർ വരുവാണെങ്കിൽ അത് നമുക്ക് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ആ ഫുഡ് പ്രോഡക്റ്റ്. അപ്പം അതുകൊണ്ട് തന്നെ ഫുഡ് പ്രോഡക്റ്റിൻ്റെ കേസിൽ യൂസ് ചെയ്യുന്ന റെഫ്രിജറൻറ്റ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും ആ ഫുഡിനെ ബാധിക്കാത്ത, അല്ലെ ഫുഡിന് ഒരു നോ എഫക്റ്റ് എന്ന രീതിയിൽ ഉണ്ടാക്കാത്ത ഒന്നായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഇനി ഈ കാണുന്നത് പല റെഫ്രിജറൻറ്റ്സ് യൂസ് ചെയ്യുന്നു. മെഥൈൽ ക്ലോറൈഡ് വേപ്പേഴ്സ് ഹാവ് നോ എഫക്റ്റ് അപ്പോൺ ഫോർസ്, ഫ്ലവേഴ്സ്, ഈറ്റിംഗ് ഫുഡ്സ് ഓർ ഡ്രിങ്കിങ് ബെവറേജസ്. ദെൻ സൾഫർ ഡയോക്സൈഡ് ഡിസ്ട്രോയ്സ് ഫ്ലവേഴ്സ്, പ്ലാന്റ്സ് ആൻഡ് ഫർ, ബട്ട് ഇറ്റ് ഡസ് നോട്ട് അഫക്റ്റ് ഫുഡ്. ഇനി ഓരോ റെഫ്രിജറൻറ്റും അതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട്, ലിമിറ്റേഷൻസും ഉണ്ട്. ഇനി അമോണിയ ഡിസോൾവ്സ് ഈസിലി ഇൻ വാട്ടർ ആൻഡ് ബിക്കംസ് ആൽക്കലൈൻ ഇൻ നേച്ചർ. അപ്പോൾ അമോണിയ റെഫ്രിജറൻ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇൻ കേസ് അത് ലീക്കായി ഫുഡിലേക്ക് പോയി ഫുഡിലെ മോയ്സ്ചർ കണ്ടൻറ്റ് അത് അബ്സോർബ് ചെയ്ത് അത് ആൽക്കലൈൻ നേച്ചറിലേക്ക് മാറും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഫുഡ് യൂസ് ചെയ്യാൻ പറ്റാതാകും. നെക്സ്റ്റ് ആണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പോൾ അടുത്തത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. അതിൽ ഫസ്റ്റ് വൺ ആണ് സ്റ്റെബിലിറ്റി ആൻഡ് ഇനേർട്ട്നെസ്. ദ റെഫ്രിജറൻസ് ഷുഡ് ബി കെമിക്കലി സ്റ്റേബിൾ ആസ് ലോങ് ആസ് ദേ ആർ ഇൻസൈഡ് ദ റെഫ്രിജറേഷൻ സിസ്റ്റം. അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷനും ഉണ്ടാകാതെ കെമിക്കലി സ്റ്റേബിൾ ആയിട്ടുള്ള റെഫ്രിജറൻ്റ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. റെഫ്രിജറൻറ്റ് ഷുഡ് ബി ഇനേർട്ട് വിത്ത് റെസ്പെക്ട് ടു ഓൾ മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ദ റെഫ്രിജറേഷൻ സിസ്റ്റം. റെഫ്രിജറൻ്റ് കംപ്രസറിൽ കൂടെ കടന്നു പോകണം, കണ്ടൻസർ പോകണം, എക്സ്പാൻഷൻ വാൽവ് പോകണം, റിസീവർ പോകണം, ഇവാപ്പറേറ്റർ പോകണം. അപ്പം ഇവിടെ ഒന്നും ആ മെറ്റീരിയലുമായിട്ട് റിയാക്ട് ചെയ്തോ അത് മെറ്റീരിയലിനെ മറ്റേതെങ്കിലും ഒരു രീതിയിലേക്ക് മാറ്റുന്നോ ആകാത്ത ഒരു റെഫ്രിജറൻ്റ് ആകണം യൂസ് ചെയ്യേണ്ടത്. കെമിക്കലി സ്റ്റേബിളും ഇനേർട്ടും ആയിട്ടുള്ള റെഫ്രിജറൻ്റ് ആണ് സ്യൂട്ടബിൾ. നെക്സ്റ്റ് കൊറോസീവ് പ്രോപ്പർട്ടി. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന റെഫ്രിജറൻ്റ് കൊറോസീവ് നേച്ചർ ഉണ്ടാകാത്തതുമായിരിക്കണം. കാരണം കൊറോഷൻ ഉണ്ടാക്കുന്ന ഒരു റെഫ്രിജറൻ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ലൈനുകൾക്കിടയിൽ ചെറിയ കൊറോഷനൊക്കെ വരുന്നത് മൂലം ക്രാക്ക് ഉണ്ടാകും, അങ്ങനെ ലീക്കേജ് ഉണ്ടാകാനുള്ളൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൊറോസീവ് നേച്ചർ കാണിക്കാത്ത റെഫ്രിജറൻ്റ് ആയിരിക്കണം suitable. The Freon group of refrigerants are non-corrosive with practically all metals. Ammonia is used only with iron or steel.
സൾഫർ ഡയോക്സൈഡ് ഈസ് നോൺ കൊറോസീവ് ടു ഓൾ മെറ്റൽസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് വാട്ടർ. ദെൻ വിസ്കോസിറ്റി. വിസ്കോസിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന റെഫ്രിജറൻറ്റിന് ഒരു സ്യൂട്ടബിൾ വിസ്കോസിറ്റി ഉണ്ടാകണം. വളരെ തീരെ കുറഞ്ഞ വിസ്കോസിറ്റി ആകരുത്, വളരെ കൂടിയ വിസ്കോസിറ്റിയും ആകാൻ പാടില്ല. അപ്പോൾ അതുപോലെ തന്നെ ഓരോ ടെമ്പറേച്ചറിലും അതിൻ്റെ വിസ്കോസിറ്റി സ്റ്റേബിൾ ആയിരിക്കുകയും ചെയ്യണം. ഫോർ സ്മോൾ ഫ്രിക്ഷണൽ പ്രഷർ ഡ്രോപ്പ്, viscosity should be small in both liquid and vapor phases. The low viscosity of the refrigerant is desirable. The heat transfer through condenser and evaporator is improved at low viscosities. ഇപ്പം നമുക്ക് വളരെ തീരെ ലോ വിസ്കോസിറ്റിയിലേക്ക് പോകരുത്, ബട്ട് ഒരു ആ റെഫ്രിജറേഷൻ സിസ്റ്റം വർക്ക് ചെയ്യാൻ വേണ്ട. മീൻസ് റെഫ്രിജറൻറ്റ് വേപ്പർ സ്റ്റേജിലായാലും ലിക്വിഡ് സ്റ്റേജിലായാലും അതിൻ്റെ ഫ്ലോ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന രീതിയിലുള്ള ഒരു വിസ്കോസിറ്റി അതിനുണ്ടാവണം. ഹൈ വിസ്കോസിറ്റി ആണെങ്കിൽ ഫ്ലോ പോസിബിൾ ആകത്തില്ല. ഇനി വളരെ ലോ വിസ്കോസിറ്റി ആണ് എങ്കിൽ എന്ത് സംഭവിക്കും? എവിടെയെങ്കിലും ഒരു ചെറിയ ക്രാക്ക് ഉണ്ടെങ്കിൽ ആ ക്രാക്കിലൂടെയൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിന് ഒരു ഒപ്റ്റിമം വിസ്കോസിറ്റി ഉള്ള റെഫ്രിജറൻ്റ് ആയിരിക്കണം സ്യൂട്ടബിൾ. ദെൻ തെർമൽ കണ്ടക്ടിവിറ്റി. ദ റെഫ്രിജറൻറ്റ് ഇൻ ദ ലിക്വിഡ് ആൻഡ് വേപ്പർ സ്റ്റേജ് ഷുഡ് ഹാവ് ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി. നമുക്കറിയാം ഇവാപ്പറേറ്ററിൽ ലിക്വിഡ് ടു വേപ്പർ ട്രാൻസ്ഫോർമേഷൻ നടക്കണം, കണ്ടൻസറിൽ ദെൻ വേപ്പർ ടു ലിക്വിഡ് ട്രാൻസ്ഫോർമേഷൻ നടക്കണം. ഇതൊക്കെ എങ്ങനെയാണ് പോസിബിൾ ആകുന്നത്? ഇവാപ്പറേറ്ററിൽ ഹീറ്റ് അബ്സോർബ് ചെയ്തുകൊണ്ടും കണ്ടൻസറിൽ ഹീറ്റ് റിജക്റ്റ് ചെയ്തുകൊണ്ടും. അപ്പോൾ ഈ രീതിയിൽ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കണമെങ്കിൽ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഹൈ ആയിരിക്കണം. സോ ദ റെഫ്രിജറൻറ്റ് ഇൻ ദ ലിക്വിഡ് ആൻഡ് വേപ്പർ സ്റ്റേറ്റ്സ് ഷുഡ് ഹാവ് ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി. This property is required in finding the heat transfer coefficients in evaporator and condenser. Next, dielectric strength. This is an important property for systems using hermetic compressors. Hermetic compressor എന്താണ്? അത് നമ്മൾ കംപ്രസറിൻ്റെ സെക്ഷനിൽ പഠിക്കും. For these systems, the refrigerant should have a dielectric strength as high as പോസിബിൾ. അപ്പോൾ നമ്മൾ ഹെർമെറ്റിക് ടൈപ്പ് കംപ്രസേഴ്സ് യൂസ് ചെയ്യുന്ന കേസിൽ ഡയലക്ട്രിക് സ്ട്രെങ്ത് വളരെ കൂടിയ ടൈപ്പ് റെഫ്രിജറൻറ്റ്സ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ദെൻ ലീക്കേജ് ടെൻഡൻസി, അത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. ദ ലീക്കേജ് ടെൻഡൻസി ഓഫ് എ റെഫ്രിജറൻറ്റ് ഷുഡ് ബി ലോ. ഇഫ് ദർ ഈസ് എ ലീക്കേജ് ഓഫ് റെഫ്രിജറൻറ്റ് ഇറ്റ് ഷുഡ് ബി ഈസിലി ഡിറ്റക്റ്റബിൾ. അതായത് ലീക്കേജ് ടെൻഡൻസി എന്ന് പറയുന്നതിന് കുറവായിരിക്കണം റെഫ്രിജറൻറ്റിന്. ഇനി അത് ലീക്കേജ് ആവുകയാണെങ്കിൽ അത് ഈസിലി ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡിക്കേഷൻ തരുന്ന ടൈപ്പ് റെഫ്രിജറൻറ്റ് ആയിരിക്കണം. ദെൻ എക്കണോമിക് പ്രോപ്പർട്ടീസ് ആണ്. അതിൽ ഫസ്റ്റാണ് കോസ്റ്റ്. ദ കോസ്റ്റ് ഓഫ് ദ റെഫ്രിജറൻറ്റ് ഈസ് നോട്ട് സോ ഇമ്പോർട്ടൻറ്റ് ഇൻ സ്മോൾ റെഫ്രിജറേറ്റിംഗ് യൂണിറ്റ്സ്, ബട്ട് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഹൈ കപ്പാസിറ്റി റെഫ്രിജറേറ്റിംഗ് സിസ്റ്റംസ് ലൈക്ക് ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ. ഇപ്പോൾ കോസ്റ്റ് എന്ന് പറയുന്നത് എവിടെയാണോ നമ്മൾ ഈ വേപ്പർ കംപ്രഷൻ യൂസ് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. എന്നിരുന്നാലും കോസ്റ്റ് എന്ന് പറയുന്ന വളരെ ഹൈ ആകരുത്, ഒരു ഒപ്റ്റിമം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആയിരിക്കണം. ദെൻ അവൈലബിലിറ്റി. റെഫ്രിജറൻറ്റ് ഷുഡ് ബി റെഡിലി അവൈലബിൾ നിയർ ദി യൂസേജ് പോയിന്റ്. അപ്പോൾ റെഡിലി ഈസിലി അവൈലബിൾ ആയിരിക്കണം റെഫ്രിജറൻറ്റ്സ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെഫ്രിജറൻറ്റ്സ് ഡിസ്കസ് ചെയ്യും. താങ്ക് യു.